A+Rooമിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എപ്പിസോഡുകളാണ് തുടർച്ചയായി ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കോ ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ തീർച്ചയായും ഈ ചാനൽ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകും. അത് ഇന്നോ നാളെയോ ഇല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് ഉണ്ടാകും എന്ന് ആദ്യം നിങ്ങളെ അറിയിക്കുന്നു. കാരണം ഈ ചാനലിൽ ഇന്ന് പങ്കുവെക്കുന്ന സുപ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നിങ്ങൾ ഒരു പക്ഷേ ഉദാസീനത കൊണ്ടോ മറവി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ അച്ഛനമ്മമാരെക്കുറിച്ചോ പൂർവികരെക്കുറിച്ചോ ശരിയായ ഒരു ധാരണ ഇല്ലാതിരുന്നാലും നിങ്ങൾ പല കാര്യങ്ങളിലും ഈ ഉപേക്ഷ കാണിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഉപേക്ഷ കാണിച്ചതു പ്രകാരം എത്ര കോടി രൂപയാണ് പല സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ മനസ്സിലാക്കുക, ഷെയർ മാർക്കറ്റിൽ 25,000 കോടി രൂപ, മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്, 25,000 കോടി രൂപയുടെ ഷെയറുകൾ ആളുകൾ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ്. അവകാശികളില്ല. ഈ രൂപ അവകാശപ്പെടാൻ ആളില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ബാങ്കിലാണെങ്കിൽ 62,000 കോടി രൂപയാണ് കെട്ടിക്കിടക്കുന്നത്. PF-ലാണെങ്കിൽ 48,000 കോടിയാണ്. LIC-യിലാണെങ്കിൽ 21,500 കോടിയാണ്. മ്യൂച്വൽ ഫണ്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25,000 കോടിയാണ് കെട്ടിക്കിടക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലെ അച്ഛനമ്മയോ ഇല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരോ ഒക്കെ തന്നെ നിങ്ങളറിയാതെ പലപ്പോഴും പല ഡിപ്പോസിറ്റുകളും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു പക്ഷേ പിന്നീട് അറിയിക്കാമെന്നോ പിന്നീട് ഇതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നോ ഈ പാവങ്ങൾ കരുതിയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊന്നും ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് മരണം തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നാളെ കണ്ണു തുറന്നാൽ മാത്രമല്ലേ നാളെ ഈ വിവരം മറ്റൊരാളിനോട് പറയാൻ പറ്റൂ. നാളെ കണ്ണു തുറക്കുമെന്ന് വിശ്വസിച്ചാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ വയനാട് ദുരന്തം തന്നെ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരു ഗ്രാമം മുഴുവൻ മണ്ണിനടിയിലായിപ്പോയി. ഈ മനുഷ്യരുടെ ശവശരീരം പോലും കിട്ടാത്ത അവസ്ഥയിലായി. അവിടെ 500ൻ്റെ കുറേ കെട്ടുകൾ, ഏകദേശം 15 ലക്ഷം വരെ ഉള്ള നോട്ടുകൾ അനാഥമായി കെട്ടിക്കിടന്ന വിവരം നിങ്ങൾക്കറിയാമോ? ഇത് ആരോ സമ്പാദിച്ചു വെച്ചതാകാം. വീട്ടിലെ ഏതെങ്കിലും അലമാരിയിലോ ഏതെങ്കിലും ബാഗുകളിലോ വെച്ചിട്ട് ഇവർ നാളെ ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്നോ മറ്റുമൊക്കെ കരുതിയിട്ടുണ്ടാകാം. ഈ നാളെ എന്നുള്ളത് നീണ്ടു പോവുകയും അതിനിടയിൽ മരണം ഇവരെ വന്ന് കൊണ്ടുപോവുകയും ചെയ്യും. എനിക്കറിയുന്നൊരു കാര്യം പറയാം. തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു വീട്ടിൽ ഒരു 4-5 സഹോദരങ്ങളുണ്ട്. അതിൽ ചിലരൊന്നും വിവാഹം കഴിച്ചിട്ടില്ല. ഇങ്ങനെ വിവാഹം കഴിക്കാത്ത ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാളെ അലമാരിയിൽ ഉണ്ടായിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഷെയറുകളാണ്. അദ്ദേഹം എടുത്തു വച്ചു. ആ ഷെയറുകൾ പെരുകി വലിയൊരു സംഖ്യയായി മാറി. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് അനുദിനം വളരുന്നുണ്ട്. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ തന്നെ നിക്ഷേപിച്ച ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ 25,000 കോടി അനാഥമായി കിടക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലാണ് പ്രധാനമായും എന്ന് മനസ്സിലാക്കുക. ഡിമാറ്റ് അക്കൗണ്ട് വന്നതിന് ശേഷം ഈ ഷെയറുകൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റാത്തതാണ് പ്രധാനമായും ഈ അവസ്ഥ ഉണ്ടായതിൻ്റെ പ്രധാന കാര്യം. ആളുകളുടെ അവെയർനെസ് ഇല്ല. അതുകൊണ്ട് ആളുകൾ ഷെയർ മാർക്കറ്റ് എടുത്താൽ ഡിമാറ്റിലേക്ക് മാറ്റാതെ കയ്യിൽ വെക്കുകയും അത് കാലഹരണപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ ഡിമാറ്റിലേക്ക് മാറ്റാത്തുള്ള പല അക്കൗണ്ടുകളും ഇപ്പോൾ അത് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് ഫണ്ട്സ് ആൻഡ് IEPF എന്ന് പറയുന്ന ഒരു ഫണ്ടിലേക്കാണ് ഇത് പോകുന്നത്. അതൊരു ഗവൺമെൻറ് ഫണ്ട് ആണ് എന്ന് പറയുക. IEPF എന്ന് പറയുന്ന ഗവൺമെൻറ് ഫണ്ടിലേക്ക് ഇത് മാറ്റപ്പെടും. അത് അവിടെ കിടക്കും. തുടർച്ചയായി 7 വർഷം വരെ ലാഭവിഹിതം, പ്രോഫിറ്റ്, കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ എടുക്കുന്നു, അതിൻ്റെ പ്രോഫിറ്റ് കമ്പനി നൽകേണ്ടതുണ്ട് ഈ ഷെയർ ഹോൾഡറിന്. അത് കൊടുക്കാനാണെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല, അപ്ഡേറ്റ് ചെയ്യില്ല. KYC അപ്ഡേറ്റ് ചെയ്യാറില്ല, വിലാസം മാറിയത് അറിയിക്കാറില്ല,
ഫോൺ നമ്പർ പുതുക്കി കൊടുക്കാറില്ല മാറിയിട്ടുണ്ടെങ്കിൽ. ഇതൊന്നുമില്ലാത്തത് കൊണ്ട് കമ്പനികൾക്ക് ഈ ഷെയറിൻ്റെ ലാഭവിഹിതം ഇദ്ദേഹത്തിന് കൈമാറാൻ കഴിയുന്നില്ല. അങ്ങനെ 7 വർഷം ഇത് കൈമാറാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ഇത് പോകും, IEPF ഇത് പോകും. അതവിടെ കെട്ടിക്കിടക്കും, അത് ഗവൺമെൻറ്റിൻ്റെ കാശായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെ സംഭവിച്ച വിവരം പോലും നിങ്ങൾ അറിയിക്കാൻ യാതൊരു വകുപ്പുമില്ല. കാരണം അവിടെ ഗവൺമെൻറ്റിൻ്റെ പക്കൽ കൊടുത്തിരിക്കുന്നത്, മ്യൂച്വൽ ഫണ്ട് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ നോക്കുമ്പോൾ ആ അഡ്രസ്സിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പം നോക്കൂ, വയനാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഈ അഡ്രസ്സ് ഉണ്ടോ? അഡ്രസ്സില്ല, വീടില്ല, ആളില്ല, പേരില്ല. ഈ ഫണ്ട് അങ്ങോട്ട് പോകും, ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് വയനാടെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാലോ? മരണമൊക്കെ ആത്യന്തികമായ ഒരു സത്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെയോ മക്കളെയോ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾ ഇവരൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് സ്വന്തം നിലയിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ആർക്കും ഇല്ലാതാകെ പോകും എന്ന് മനസ്സിലാക്കുക. KOIC ഇപ്പം നിലവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ ഷെയർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ഈ KOIC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യുക. വിലാസം മാറിയാൽ അത് അറിയിക്കുക. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഈ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ നിഷ്ക്രിയമാകാതിരിക്കാൻ മനസ്സിലാക്കുക. ബാങ്ക് അക്കൗണ്ട് നിഷ്ക്രിയമായാൽ ഇതുമായിട്ടുള്ള ഈ കണക്ഷൻ ഇല്ലാതെ പോകുമ്പോൾ അതും ഡെഡായി മാറും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത്രയും കോടി രൂപയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛൻ്റെയോ അച്ഛൻ്റെയോ ഒക്കെ പേരിലുള്ളതും അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതും ആയിരിക്കാം. അതുകൊണ്ട് കോടിയോ എൻ്റെ മുത്തച്ഛനോ, ഈ മുത്തച്ഛൻ ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു 10 രൂപയുടെ MRFൻ്റെ ഷെയറിന് ഇന്നത്തെ വില എത്രയാണെന്ന് അറിയാമോ? 2 ലക്ഷത്തിനപ്പുറമാണ് ഒരു ഷെയറിന്. അപ്പോൾ അന്ന് 10 രൂപ കൊടുത്ത്, അന്നത്തെ 10 രൂപ, ആ 10 രൂപ കൊടുത്തിട്ട് 100 ഷെയർ വാങ്ങിച്ച ഒരാളിന് ഇപ്പോൾ MRFൻ്റെ ഷെയറിൻ്റെ വില അത് വിറ്റ് കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ഷെയർ മാർക്കറ്റ്. അതുകൊണ്ട് അന്ന് തുച്ഛമായ വില, ഇന്ന് അത് കോടികളിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതാണ് പല ഷെയറിൻ്റെയും പലതിൻ്റെയും കാര്യം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രായമുള്ളവർ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അലമാരിയും അദ്ദേഹത്തിൻ്റെ അനുബന്ധമായ പല സ്ഥലങ്ങളിൽ അദ്ദേഹം വെക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് തുറന്ന് പരിശോധിക്കുക. പത്തായപുരത്തും ഇടക്കൊന്ന് തപ്പുക, അലമാര തപ്പുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി. അടുത്ത കാലത്ത് എന്നെ ഒരാൾ ഔദ്യോഗികമായി ബന്ധപ്പെട്ട ഒരു ലീഗൽ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ കുടുംബത്തിലെ മുതിർന്ന കാരണവർ, ഇവരൊരു പാലക്കാട്ടാണ്, മിക്കവാറും കോഴിക്കോട് പോകും. 3 മാസത്തിലൊക്കെ കോഴിക്കോട് പോകും. കോഴിക്കോട്ട് പോയിട്ട് വരുമ്പോൾ ഇവർക്ക് കുറേ പലഹാര പൊതിയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. എന്തിനാ പോകുന്നത് എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയാറില്ല. പക്ഷേ അതിലൊരു കുട്ടിയോട് ഒരിക്കലൊരു സംഭാഷണം ഈ കുട്ടി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അവിടെ ഒരു കമ്പനിയിൽ ഞാൻ കുറേ ഷെയർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് 3 മാസത്തിലൊരിക്കൽ പോകണമെന്നാണ്. പക്ഷേ ഒരു രേഖ ഈ കുട്ടി അന്ന് ചെറുപ്പമായിരുന്നുകൊണ്ട് വേറൊന്നും ചോദിച്ചില്ല, ഇത് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ കുട്ടിയും ഇത് മറന്നു. കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴോ ഈ കുട്ടി ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് കോഴിക്കോട് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഇങ്ങനൊരു ഇതിൽ എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു, എന്ന് ഓർത്തു. അന്ന് ആ ദിവസം കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവർ അവിടെ വരുന്നതും അങ്ങനെ ഡിസ്കസ് ചെയ്തതും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടതും. എന്തായാലും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചില പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ ഈ മനുഷ്യന് ഷെയർ ഉണ്ടായിരുന്നു. ചെറിയ ഷെയറുകളാണെങ്കിലും പിന്നീട് ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഷെയർ വലിയൊരു വിലയായി കിടപ്പുണ്ട്. അവകാശികളില്ല, അതവിടെ കിടക്കുകയായിരുന്നു. പക്ഷേ അതിന് നമ്മൾ കൃത്യമായ രേഖകൾ ഒക്കെ നമ്മൾ അന്വേഷിച്ചു, തപ്പിയെടുത്തു. പിന്നെ അതിൻ്റെ അവകാശികൾ ആരാണെന്നൊക്കെ തെളിയുന്ന രേഖകളെല്ലാം കൊടുത്തു. ഇപ്പോൾ വലിയൊരു സംഖ്യ ആ പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ടതും അത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുമാണ്. എല്ലാവരും കൂടെ വീതിച്ചെടുത്തു. പക്ഷേ നിങ്ങൾ അറിയാനുള്ളത് ഇതൊരു സംഭവമാണ്. അത് അനുബന്ധമായ ചില സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ കോടികൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ഒന്ന്, നിങ്ങൾ ആണ് ഇത് കേൾക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ രഹസ്യമായി ഒരു അക്കൗണ്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡയറി ഉണ്ടാവണം. ആ ഡയറിയിൽ എഴുതി വെക്കുക, ആരും കാണണ്ട, പെട്ടിക്കകത്ത് നിങ്ങൾ വയ്ക്കുക. മക്കളോടൊക്കെ പറയുക, ഞാൻ മരിച്ചിട്ട് പെട്ടിക്കകത്ത് ഒരു ഡയറി ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ടാവും എന്നെങ്കിലും പറഞ്ഞു വയ്ക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കാണിച്ചു കൊടുക്കണ്ട, പക്ഷേ മരിക്കുമ്പോഴെങ്കിലും അല്ല, പിന്നീട് എപ്പോഴെങ്കിലും, മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതൊന്ന് സൂചിപ്പിച്ച് വയ്ക്കുക ആരോടെങ്കിലും. ആർക്കും ഉപകാരപ്പെടാതെ പോകരുത് ഈ പണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ എപ്പിസോഡ്. നന്ദി.